ഹരിയാനയിൽ കോൺഗ്രസിനെ കടന്നാക്രമിച്ചിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കോൺഗ്രസ് ദളിത് വിരുദ്ധ പാർട്ടിയാണെന്നും സംസ്ഥാനത്തെ ദളിത് നേതാക്കളായ കുമാരി സെൽജിയെയും അശോക് തൻവാറിനെയും പാർട്ടി നേതൃത്വം അപമാനിച്ചുവെന്നുമാണ് അമിത്ഷാ വിമർശിച്ചത്. ഷാ കോൺഗ്രസിന് നേരെ തുറന്നടിച്ചുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: അശോക് തൻവാർ ആയാലും കുമാരി സെൽജി ആയാലും ദളിത് നേതാക്കളോട് കോൺഗ്രസ് എല്ലായ്പ്പോഴും അനാദരവ് പ്രകടിപ്പിച്ചിട്ടേയുള്ളൂ. കോൺഗ്രസ് അധികാരത്തിലിരിക്കുന്നതുവരെ ഡോക്ടർ BR അംബേദ്കറിന് ഭാരതരത്ന നൽകിയിരുന്നില്ല എന്നാണ് അമിത്ഷാ തുറന്നടിച്ചുകൊണ്ട് പറഞ്ഞത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു പിന്നാലെ കോൺഗ്രസ് നേതൃത്വവുമായി അതൃപ്തിയിൽ കഴിയുകയാണ് കുമാരി സെൽജ. തന്റെ അനുയായികൾക്കായി കൂടുതൽ സീറ്റ് അവർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ മുൻ മുഖ്യമന്ത്രി ഭൂപേന്ദർ സിംഗ് ഹൂഡ പക്ഷത്തിനാണ് കൂടുതൽ സീറ്റുകൾ ലഭിച്ചത്. സെൽജയുടെ അനുയായികളായ 12 പേർക്ക് മാത്രമാണ് സീറ്റ് ലഭിച്ചത്. ഇതിനു പിന്നാലെ പാർട്ടി പരിപാടികളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുകയായിരുന്നു അവർ. മാത്രമല്ല, കോൺഗ്രസ് പ്രചരണത്തിനിടെ പാർട്ടി പ്രവർത്തകർ സെൽജയ്ക്കെതിരെ ജാതി അധിക്ഷേപം നടത്തിയിരുന്നു. ഇതിനെതിരെ ദളിത് സമൂഹം ഒന്നടങ്കം രംഗത്തു വന്നു. കടുത്ത പ്രതിഷേധമായിരുന്നു ഇതിനെതിരെ ഉയർന്നത്. അതേസമയം സെൽജയുടെ അതൃപ്തി മുതലെടുക്കാൻ തുടക്കം മുതൽ തന്നെ BJP ശ്രമം നടത്തിയിരുന്നു. സെൽജിയെ സ്വീകരിക്കാൻ BJP തയ്യാറാണെന്നായിരുന്നു മുൻ മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടർ പരസ്യമായി പറഞ്ഞത്. എന്നാൽ താൻ കോൺഗ്രസിൽ തന്നെ അടിയുറച്ചു നിൽക്കുമെന്നാണ് കുമാരി സെൽജ പ്രതികരിച്ചത്. തിരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ താൻ ഉദ്ദേശിച്ചതല്ല. ഉടൻ തന്നെ പ്രചരണ പരിപാടികളിൽ ഞാൻ സജീവമാകും. കാരണം ഞാൻ പാർട്ടിയുടെ സൈനികയാണ്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ പാർട്ടിയുടെ നല്ല സൈനികയായിരിക്കുമെന്ന്. പല വിഷയങ്ങളുമുണ്ട്, വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ. അതെല്ലാം പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. പ്രശ്നങ്ങൾ പാർട്ടി പരിശോധിക്കുകയാണ്. ഞാൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ MP എന്നതിലുപരി ഒരു നിയമസഭാംഗം എന്ന നിലയിൽ ഹരിയാനയിലെ ജനങ്ങളെ സേവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ പൊതു തിരഞ്ഞെടുപ്പ് നേരത്തെ വന്നതിനാൽ പാർട്ടി തീരുമാനപ്രകാരം താൻ മത്സരിച്ചു. അതിനർത്ഥം ഒരാൾക്ക് വിധാൻസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ല എന്നല്ല. നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ പാർട്ടി സീറ്റ് തന്നില്ല. അത് കുഴപ്പവുമില്ല. സർക്കാർ രൂപീകരിക്കാൻ സാഹചര്യം ഒരുങ്ങിയാൽ പാർട്ടിയിൽ യാതൊരു തർക്കങ്ങളുമില്ലെന്ന് ഉറപ്പാക്കുമെന്ന് സെൽജ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതേസമയം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഹരിയാനയിൽ വമ്പൻ വാഗ്ദാനങ്ങളുമായാണ് BJP പ്രകടന പത്രിക ഉയർത്തിപ്പിടിച്ചു വന്നത്. കർഷകരെയും വനിതകളെയും യുവാക്കളെയും ഒരുപോലെ ലക്ഷ്യമിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് ഇതിലുള്ളത്. മുൻ അഗ്നിവീറുകൾക്ക് സ്ഥിരം ജോലി ഉറപ്പാക്കൽ, വിളകൾക്ക് മിനിമം താങ്ങുവില ഉറപ്പാക്കൽ എന്നിങ്ങനെ ഒട്ടേറെ ജനകീയ പ്രഖ്യാപനങ്ങളാണ് പ്രകടന പത്രികയിലുള്ളത്. 20 വാഗ്ദാനങ്ങൾ അടങ്ങിയ ഒരു പരമ്പര തന്നെ BJP ഹരിയാനയിൽ ജനങ്ങൾക്ക് മുൻപിലേക്ക് വെച്ചിട്ടുണ്ട്. ക്ഷേമ പ്രവർത്തനങ്ങൾ, അടിസ്ഥാന സൗകര്യം, തൊഴിൽ മേഖലകൾക്ക് ഊന്നൽ നൽകിയാണ് ഈ പ്രഖ്യാപനങ്ങൾ വന്നിരിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഹരിയാനയിലെ ഭരണകക്ഷിയായ BJP ഇക്കുറി ഭരണം നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് ഈ പ്രകടന പത്രിക തയ്യാറാക്കിയതെന്നും വ്യക്തമാണ്. വനിതകൾക്ക് മാസം തോറും ധനസഹായം നൽകുമെന്നതുൾപ്പെടെ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. ഒക്ടോബർ 5-നാണ് സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഹരിയാനയിൽ 2019-ലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 40 സീറ്റുകളുമായി BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയപ്പോൾ കോൺഗ്രസിന് 31 സീറ്റുകളാണ് ലഭിച്ചത്. ഇക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയെടുത്ത മുന്നേറ്റത്തിന്റെ ചുവടുപിടിച്ച് അധികാരം തിരിച്ചു പിടിക്കാമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്.